എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആനയെ കാണിക്കും. ആക്ച്വലി ആന അതിന്റെ തുമ്പിക്കൈയിൽ വെള്ളമെടുത്ത് പുറകിലേക്ക് ചീറ്റുന്നതാണ്. അതാണ് വോൾക്കാനോ റെയിൻ പോലെ അവിടേക്ക് വീഴുന്നത്. വാണ്ടയാണെങ്കിൽ ലൂഫിയോട് വേഗമായോ, എത്രയും വേഗം ഇതിന്റെ ദേഹത്തേക്ക് കയറി എന്നെ ടൈറ്റ് ആയിട്ട് ഹഗ് ചെയ്യാൻ പറയും. അത് കേട്ട് ലൂഫി ആണെങ്കിൽ ചാടി കയറും. ആ ഒരു പ്രദേശം മുഴുവൻ ഇപ്പൊ കുറേശ്ശെ അങ്ങനെ വെള്ളത്താൽ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. മുതലയാണെങ്കിൽ ക്യാരറ്റിനെയും നമ്മുടെ ലൂഫിയെയും അവർ രണ്ടുപേരെയും കൊണ്ട് വെള്ളത്തിനടിയിലേക്ക് പോയി മുകളിലേക്ക് വരും. മുകളിലെത്തി ക്യാരറ്റ് തിരിഞ്ഞു നോക്കും. തൊട്ടു പുറകിലുണ്ടായിരുന്ന ലൂഫിയെ കാണാനില്ല. ഇവൻ എവിടെ പോയെന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കും. അപ്പൊ അവൾ കാണും നമ്മുടെ ലൂഫി അവനങ്ങനെ ആ വെള്ളത്തിൽ പെട്ട് ഒഴുകി പോവാണ്. ലൂഫിയെ പിടിക്കാനായിട്ട് ഒരു ഷാർക്ക് അവന്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. ലൂഫി ആ ഷാർക്കിന്റെ തൊട്ടടുത്ത് എത്തേണ്ട താമസം ക്യാരറ്റ് അങ്ങനെ ഞൊട്ടിയടയിൽ പാഞ്ഞു വന്ന് ലൂഫി അങ്ങനെ ഉയർത്തിയെടുക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് അവളോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്. നീ കറക്റ്റ് സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആ ഷാർക്കിന്റെ വായിൽ പോയേനെ. കട്ട് ചെയ്ത നമ്മുടെ കാഞ്ചറോയും സാമ്പുറായും അവരിത്തവണ ഒരു പൂച്ചയെ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ മേലെയായിരിക്കും മുകളിലേക്ക് കയറി വരിക. മുൻപ് ആ ഒരു ഡ്രാഗൺ അത് എത്രത്തോളം കഷ്ടപ്പെട്ടോ അത്രത്തോളം ആ പൂച്ചയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് അവരെ മുകളിലേക്ക് കൊണ്ടുപോവുക. കാഞ്ചറോ ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയും, കുഴപ്പമൊന്നുമില്ല, പൂച്ച അവറ്റകൾക്ക് ഭയങ്കര സ്പീഡും പവറുമാണ്, വളരെ സ്പീഡിൽ നമ്മളെ ഇത് മുകളിൽ എത്തിക്കുന്നു പറയും. അതിലൊട്ടും വിശ്വാസം ഉണ്ടാവില്ല. അവരാണെങ്കിൽ അവരുടെ കൂടെ തന്നെ താഴേക്ക് വീണ ആ കൊരങ്ങനെ അതിനെയും വാരിയെടുത്താണ് മുകളിലേക്ക് വരിക. അടുത്ത നിമിഷം ആ ആന അത് ആ ഐലാൻഡിലേക്ക് തെറിപ്പിച്ച വെള്ളം അത് അവർക്ക് നേരെ വന്ന് വീഴുകയാണ്. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ലൂഫിയെ കാണിക്കും. ലൂഫിയും ക്യാരറ്റും അവർ രണ്ടുപേരും ഇപ്പോ ആ മുതലയുടെ പുറത്ത് പോവാണ്. ക്യാരറ്റ് പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ആന ഒരു ദിവസം ഇതുപോലെ 2 തവണ വെള്ളം മുകളിലേക്ക് ചീറ്റും. ഇതിൽ പെട്ടുപോവാതെ സേഫ് ആയിട്ടിരുന്ന പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഈ ഐലാൻഡിലുള്ള ജനങ്ങൾ അങ്ങനെ അടിച്ചു തെറിപ്പിക്കുന്ന വെള്ളം അതങ്ങനെ കൺവേർട്ട് ചെയ്ത് ഡ്രിങ്കിങ് വാട്ടർ ആയിട്ടാണ് യൂസ് ചെയ്യുക. മാത്രമല്ല ഈ വെള്ളത്തിൽ ഒരുപാട് മത്സ്യങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് ഞങ്ങളുടെ ഭക്ഷണമാക്കി മാറ്റാൻ പറ്റും. ഞങ്ങൾക്കിത് യൂസ്ഡ് ആണ്. സോ വലിയ രീതിയിൽ ഇത് ഞങ്ങളുടെ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കില്ല. പക്ഷെ ആദ്യമായിട്ട് ഈ ഐലാൻഡിലേക്ക് വരുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അവരാണ് ഇതിൽ പെട്ടുപോകാന്ന് പറയും. ഉടനെ ആ പെപ്പോ ഡിയർ അതാണെങ്കിൽ ആടി ലൂഫിയുടെ അടുത്തേക്ക് വരും. ലൂഫി, നിനക്ക് വിരോധമില്ലെങ്കിൽ ലോയെ കാണുമ്പോ ഞങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് പറയോ, ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാനായിട്ട് കഴിയില്ല. സോ അദ്ദേഹത്തെ കണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നീ ലോയെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് പറയണം. ഇതിന് ലൂഫി ആണെങ്കിൽ ഓക്കെ പറയും. ക്യാരറ്റ് പറയും, ആക്ച്വലി പെപ്പോ അവൻ ഇവിടെയാണ് ജനിച്ചു വളർന്നത്. പിന്നീട് അവൻ പൈറട്ടായി മാറി ഇവിടം വിട്ടുപോയി. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് ഇവിടേക്ക് തിരികെ വന്ന് വൈപ്പറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. വൈപ്പറാണ് ഈ ഐലാൻഡിന്റെ നേതാവ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഉസോപ്പിനെ ടീമിനെ കാണിക്കും. ഉസോപ്പ് ആണെങ്കിൽ ആ വെള്ളമൊക്കെ വന്നു പോയതിൽ ആകെ പേടിച്ചിരിക്കുകയാണ്. റോബിൻ ആ വെള്ളമൊക്കെ തൊട്ട് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും അതിലൂടെ ഐലാൻഡിനുണ്ടാവുന്ന ബെനിഫിറ്റ്സ് അതെന്തൊക്കെയാണെന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. ഉസോപ്പ് ഉടനെ അവന്റെ സ്പെഷ്യൽ ഗ്ലാസ് ഒക്കെ വെച്ച് ചുറ്റും നോക്കും. അപ്പൊ അവൻ കാണും ദൂരത്തായിട്ട് ക്യാരറ്റിന്റെ കൂടെ പോകുന്ന നമ്മുടെ ചെക്കനെ. ഉസോപ്പ് പറയും, ആ 2 ലേഡീസും അവനെ തട്ടിക്കൊണ്ട് പോവാണ്. അവരല്ലേ ആദ്യം നമ്മളെ അറ്റാക്ക് ചെയ്തത്. അതിലൊരു പെണ്ണ് ലൂഫിയെ കടിച്ചു പറിക്കുകയാണ്, എത്രയും വേഗം അവനെ രക്ഷപ്പെടുത്തണമെന്ന് പറയും. ആക്ച്വലി നമ്മുടെ ക്യാരറ്റ് പെണ്ണ് നമ്മുടെ ലൂഫിയായിട്ട് കളിക്കുകയാണ്. അത് തെറ്റിദ്ധരിച്ചാണ് നമ്മുടെ ഉസോപ്പ് ഇപ്പൊ അങ്ങനെ വിളിച്ചു പറയുക. റോബിൻ ആണെങ്കിൽ അത് കേട്ട് തീർത്തു പറയും, അത് ഉറപ്പായാലും മനുഷ്യരെ തിന്നുന്ന ട്രൈബ് തന്നെയാണ്. ഇവിടെ ആ വാണ്ട പെണ്ണും ക്യാരറ്റ് പെണ്ണും അവർ രണ്ടുപേരും ലൂഫിയെ ചെറുതായിട്ട് കടിക്കുകയൊക്കെ ചെയ്യാണ്. അവരങ്ങനെ മുതലയുടെ പുറത്ത് കയറി ട്രാവൽ ചെയ്ത് ടോർച്ചർ ചെയ്ത് കൊല്ലുന്ന ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വരും. വാണ്ടയ്ക്കാണെങ്കിൽ ആ സ്ഥലം കാണുമ്പോൾ കുറച്ച് വിഷമമൊക്കെ ആവും. ലൂഫി ആണെങ്കിൽ അവരുടെ അയലാൻഡിന് സംഭവിച്ച കാര്യം അതൊന്നുകൂടെ അവരോട് ചോദിക്കുകയാണ്. ആ ജാക്ക് അവൻ ആരായിരുന്നു, എന്തിനിവിടേക്ക് വന്നു എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. അതിന് ക്യാരറ്റ് പറയും, ആ ഡോഫ്ലമിംഗോയെ രക്ഷിക്കാൻ പോയി അവൻ നേവിക്കാരുടെ കയ്യിൽ പെട്ടു. അവൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്നൊന്നും അറിയില്ല. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ കയ്യിൽ അവനെ കിട്ടിയ ഞാൻ തന്നെ അവനെ തല്ലിക്കൊല്ലും. അവന്റെ ഫ്രണ്ട്സ് മരിച്ചു പോയെന്ന് അറിഞ്ഞിട്ടും അവന് വിഷമമൊന്നും തോന്നുന്നില്ലല്ലോ എന്ന് അവർ രണ്ടുപേരും കരുതും. അതേസമയം ലൂഫിക്കാണെങ്കിൽ നല്ല പ്രതീക്ഷയുണ്ട്, നാമിക്കും ടീമിനും ഒന്നും സംഭവിക്കില്ല എന്ന്. അവനാണെങ്കിൽ ആ മുതലയുടെ റൈഡ് അതാണെങ്കിൽ കാര്യമായിട്ട് അങ്ങനെ എൻജോയ് ചെയ്യാണ്. മുതലയാണെങ്കിൽ മുൻപിലുള്ള മരത്തടിയും കട്ടകളും ഒക്കെ തന്നെ ഇടിച്ചു തെറിപ്പിച്ച് ഷോർട്ട് കട്ടിലൂടെ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് അങ്ങനെ പാഞ്ഞു പോവാണ്. ലൂഫിയും ടീമും ആണെങ്കിൽ അധികം വൈകാതെ തന്നെ അവർ കോട്ടയുടെ മുൻപിലേക്ക് വരികയാണ്. അവരവിടെ എത്തേണ്ട അടുത്ത നിമിഷം തന്നെ ട്രഫാർഗറിലോ അവൻ ഷാമ്പിൾ ചെയ്ത് അവരും ടീമും ഇപ്പോ അവരുടെ മുൻപിലേക്ക് വരും. ഉസോപ്പ് ആണെങ്കിൽ ലൂഫിയോട് ചോദിക്കും, ലൂഫി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അവർ നിന്റെ കാത് അത് കടിച്ചു പറിച്ചോ? അതിന് ലൂഫി പറയും, കുഴപ്പമൊന്നുമില്ല, അവരെന്റെ കാത് അത് കടിച്ചു പറിച്ചൊന്നുമില്ല.
ഉടനെ ഉസോപ്പാണെങ്കിൽ സോറോയുടെ കൈ അതിപ്പോ അവർക്ക് നേരെ നീട്ടുകയാണ്. നിങ്ങൾക്ക് ഈ കൈ കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുണ്ടോ? നിങ്ങളുടെ കൂടെ ഉള്ളത് അത് സ്ട്രോ ഹാറ്റ് ലൂഫിയാണ്. അവനാണ് ഞങ്ങളുടെ ടീം ക്യാപ്റ്റൻ. അതിനുശേഷം ഉസോപ്പാണെങ്കിൽ സോറയുടെ സ്ക്വാഡ് അതൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. വാണ്ടയാണെങ്കിൽ അത് കണ്ട് ചിരിക്കും. നിങ്ങൾ ആക്ച്വലി ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിങ്ങളെ അറ്റാക്ക് ചെയ്യാനോ കീഴ്പ്പെടുത്താനോ ഒന്നും അല്ല ഞങ്ങൾ വന്നത്. പകരം നിങ്ങളെ സഹായിക്കാനാണ്. ലൂഫിയായിട്ട് ഞങ്ങളിപ്പോ നല്ല ഫ്രണ്ട്സായി. ആക്ച്വലി നിങ്ങളുടെ തൊട്ട് പുറകിൽ കാണുന്നതാണ് ആ വലിയ കോട്ട. അവിടെ കുറെ സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാവും. ആ മെയിൻ ഗേറ്റ് അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അകത്തേക്ക് പോകാനായിട്ട് കഴിയും. അവർ തിരിഞ്ഞു നോക്കിയ ഫോഗ് ഒക്കെ റിമൂവ് ആയി അവർക്ക് കടന്നു പോകാനുള്ള ആ ഒരു വലിയ കോട്ടയും പാസേജും ഒക്കെ അവർ കാണുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ സെക്യൂരിറ്റീസിനെ നോക്കും. ഒരു കുതിരയും ഒരു സിംഹവും. അവർ രണ്ടുപേരും ഇപ്പൊ നമ്മുടെ ആൾക്കാരെ കണ്ട് അറ്റാക്ക് ചെയ്യാൻ റെഡിയാവും. അതിന് വാണ്ടയാണെങ്കിൽ അവരെ തടയും. അയ്യോ ഇല്ല ഇല്ല, ഇവരാരും നമ്മുടെ ശത്രുക്കളല്ല. നിങ്ങൾ ഗേറ്റ് തുറക്ക്, അവർക്ക് അകത്തേക്ക് പോകണം. അത് മാത്രമല്ല ഇവിടെയുള്ളവരെല്ലാവരും ഇവരെ കുറിച്ച് അറിയണം. ഇദ്ദേഹമാണ് സാക്ഷാൽ സ്ട്രോ ഹാറ്റ് ലൂഫി. ഇദ്ദേഹം ഇവിടെ വന്നത് ഇവിടെയുള്ള എല്ലാവരും അറിയണം. ഇദ്ദേഹത്തെ എല്ലാവരും കാണണം. അത് കേൾക്കേണ്ട താമസം ആ സിംഹവും കുതിരയും അവർ രണ്ടുപേരും ഷോക്കാവുകയാണ്. കട്ട് ചെയ്ത ആ കോട്ടയുടെ അകത്ത് കാണിക്കും. അവിടെയാണെങ്കിൽ വലിയൊരു ചെമ്മരിയാട് കൂർക്കം വലിച്ചുറങ്ങുകയാണ്. അതിന്റെ മുകളിൽ നമ്മുടെ നാമി, അവളും കൂർക്കം വലിച്ചുറങ്ങും. ഉടനെ ചോപ്പർ അവളുടെ അടുത്തേക്ക് വന്ന് പറയും, നാമി, നമ്മുടെ ക്യാപ്റ്റൻ ലൂഫിയും ബാക്കിയുള്ള ടീംമേറ്റ്സും അവരെല്ലാവരും ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. നാമിയാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു വാർത്ത കേട്ട് സന്തോഷത്തിൽ ഞെട്ടി ഉണരുകയാണ്. മാത്രമല്ല ആ ഒരു ചെമ്മരിയാട് ചാടി എഴുന്നേറ്റ്, എന്തുപറ്റി നിങ്ങളുടെ ഫ്രണ്ട്സ് അവർ വന്നോ? ഇനിയപ്പോ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലേ എന്ന് അവരോട് ചോദിക്കും. അതിനവരും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ഐലാൻഡിലുള്ള എല്ലാവരും നമ്മുടെ ആൾക്കാരെ വെൽക്കം ചെയ്ത് അവിടേക്ക് കൊണ്ടുവരും. ലൂഫിക്കും ഉസോപ്പിനും എന്തിന് ലോയ്ക്ക് പോലും അത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം അവരറിഞ്ഞതും കേട്ടതൊന്നും അല്ല സത്യം. പാണ്ഡയാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, നിങ്ങളും ഞങ്ങളെപ്പോലെ തന്നെയാണ്, മങ്കി വിങ്സ് ആണ് നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങളെ ഞങ്ങൾ അറ്റാക്ക് ഒന്നും ചെയ്യാതെ ഞങ്ങളോട് ചേർത്ത് പിടിക്കുന്നത്. നിങ്ങളാരും ഉപദ്രവകാരികളല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. വാണ്ടയ്ക്കാണെങ്കിൽ ലൂഫിയെ ഒരുപാട് ഇഷ്ടമായി. അവള് ലൂഫിക്ക് ചെറിയ കടിയും ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. അടുത്ത നിമിഷം നമ്മുടെ നാമിയും ചോപ്പറും അവർ രണ്ടുപേരും ഇപ്പോൾ അവിടേക്ക് ഓടി വരികയാണ്. അവരെ കാണുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം. മാത്രമല്ല അവിടെയുള്ള എല്ലാവരും പരസ്പരം കെട്ടിപ്പിടിച്ചും കിസ്സ് കൊടുത്തും അവരവരുടെ സ്നേഹം അതങ്ങനെ പരസ്പരം എക്സ്പ്രസ് ചെയ്യുകയാണ്. ലൂഫി ആണെങ്കിൽ നാമിയോട് സാഞ്ചിയും ബ്രൂക്കും മൊമന്റോസ്കിയും അവർ 3 പേരും എവിടെയും ചോദിക്കും. അത്രയും നേരം സന്തോഷിച്ചിരുന്ന ആണെങ്കിൽ അവരെ കെട്ടിപ്പിടിച്ച് കരയാണ്. നമ്മുടെ ആൾക്കാർക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. അവൾ സാഞ്ചിയുടെ പേര് പറഞ്ഞ് നിർത്താതെ കരയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.